ഇന്ന് ലാസ്റ്റ് എക്സാം. താൻ പാതി പടച്ചോൻ പാതി ഒന്നാണല്ലോ. ആ പടച്ചോനെ വിളിച്ചാണ് ഞാൻ ഈ വരാന്തയിൽ നിൽക്കുന്നത്. കാരണം സമയം 9:45 ചാക്കോ വന്നിട്ടില്ല. ചാക്കോ വന്നിട്ടില്ലെങ്കിൽ എനിക്കെന്താന്നായിരിക്കും. അവനാണ് എൻ്റെ അല്ല. വിത്തൗട്ട് ചാക്കോ ഫൈസലിൽ നിന്ന് എൻ്റെ മാർക്ക് 0 ആയിരിക്കും. വളരെ അന്തസ്സായിട്ട് തന്നെ ഞാൻ പൊട്ടും ചെയ്യും. ആ പണ്ടാറടിച്ച്. സാറ് വന്നു, നീ കയറുന്നില്ലേ? ഓ, മനസ്സിൽ ചാക്കോനെ ശപിച്ചുകൊണ്ട് ഞാൻ ക്ലാസ്സിൽ കയറി. എന്നാലും ചാക്കോ അവൻ എന്തായിരിക്കും വരാത്തത്? സർ, ചാക്കോ വന്നില്ല. അതിനവനാണോ നിന്റെ എക്സാം എഴുതുന്നത്? SRM കോളേജ് വരെയല്ലേ? ബായി കയറിക്കോ, നമുക്ക് ആ വഴി പോവാന്നേ. Okay guys, you can start your exam within 5 minutes. ഞാൻ പൊട്ടി. ബായിക്ക് എന്നെ മനസ്സിലായോ? എവിടെയോ കണ്ട മറന്ന പോലെ. ഞാൻ ബായുടെ അനിയൻ്റെ ഫ്രണ്ടാ. ഒരിക്കൽ വീട്ടിലെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ എന്ത് ചെയ്യുന്നു? പഠിപ്പെല്ലാം നിർത്തി ഗൾഫിലോട്ട് പോകാനുള്ള പരിപാടിയില്ല. പാസ്പോർട്ടിന് കൊടുത്തിട്ടുണ്ട്. എപ്പോഴാ നോക്കിട്ടേ പോണേ? ബായി എങ്ങോട്ടാ? സീൻ മാറും കേട്ടാ. ഇടിച്ചോമാര് നിർത്താണ്ട് പോയി. കേറിയേ. പക്ഷേ നമ്മൾ നിർത്തിയില്ല. Now you guys start writing. ഒന്ന് വാടാ. ഇനി രക്ഷയില്ലെന്ന് എനിക്ക് മനസ്സിലായി. സമയം കളയാൻ ഉറക്കം തന്നെ ശരണം. പക്ഷെ എന്തായിരിക്കും ചാക്കോ വരാതിരിക്കുന്നത്? ബായ് പൊക്കോ, എക്സാം അല്ലേ. പൊക്കോനെ. ഞാൻ പോയാ പൊക്കോ ബായ്. ഞാൻ നോക്കിക്കോളാം ഇവിടുത്തെ കാര്യങ്ങള്. നാക്കി പോ. സാർ, ചാക്കോ വന്നു. You know what's the time now? You are late. Sorry, I can't allow you. സാർ പ്ലീസ് സാർ. You just shut up. ഇറങ്ങി. നീ ഇല്ലാണ്ട് എനിക്കെന്താ? എന്താടാ നീ വരാൻ ലേറ്റായേ? എനിക്കും അവനും പടച്ചോൻ വിധിച്ച വിധി. എല്ലാ കഥയും അവൻ എന്നോട് പറഞ്ഞു. കേട്ടപ്പോൾ ചെയ്ത് വിഡിത്താണെന്ന് ഞാൻ വാദിച്ചു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, എക്സാം വേണമെങ്കിൽ നമുക്ക് സപ്ലൈ എഴുതി കൂട്ടടാ. പക്ഷെ ഒരു ജീവൻ പോയാലോ? തിരിച്ചിട്ടില്ലല്ലോ. അവൻ ചെയ്തത് തന്നെയാണ് ശരി. ജീവനേക്കാൾ വലുതല്ലല്ലോ എക്സാം. എന്തായാലും ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു. ഒരുമിച്ച് അങ്ങ് സപ്ലൈ എഴുതാം.